അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസറുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഫങ്ഷൻസ്, അല്ലെങ്കിൽ യൂസർ പറയുന്നൊരു പ്രോസസ്സ് ചെയ്യാനായിട്ട് യൂസർ തന്നെ കോഡ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ, അതിനാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിലൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനകത്തും ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഏതൊരു C++ പ്രോഗ്രാം എടുത്താലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അതിനുശേഷം നെയിം സ്പേസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ പ്രോഗ്രാമിൽ ഇൻറ്റ് മെയിൻ എന്ന് എഴുതുമല്ലോ, അതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡിങ് എന്ന് പറയും. ദെൻ അതിനുശേഷം ആ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ബാക്കി കോഡുകൾ, അതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്, ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. ആദ്യം ഡാറ്റ ടൈപ്പ്, അതിനുശേഷം ഫംഗ്ഷൻ നെയിം, ദെൻ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ്, അതിനുശേഷം ഈ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ബോഡി, അതായത് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഓരോ പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യം എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് C++ലെ ഏതൊരു വാലിഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പും നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു വാക്കായിരിക്കും, ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അതായത് ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കോമ ഇട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബോഡി എന്ന് പറയുന്നതായിരിക്കും C++ സ്റ്റേറ്റ്മെൻറ്റുകൾ, ആ പറഞ്ഞിരിക്കുന്ന ടാസ്ക് ചെയ്യാനായിട്ടുള്ള C++ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും ബോഡിക്കകത്ത് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡറിലുള്ള ഡാറ്റ ടൈപ്പ് എന്ത് വേണം, അതുപോലെ തന്നെ എത്ര ആർഗ്യുമെൻറ്റ്സ് വേണം, അത് ഓരോന്നും ഏതൊക്കെ ടൈപ്പ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. strcpy, sqrt, അങ്ങനെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും സ്ട്രിങ് ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ തന്നെ ചില ഫംഗ്ഷൻസിനകത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ചിലതിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ getChar എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ strcpy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ 2 സ്ട്രിങ്ങുകൾ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റുകൾ ഇല്ലാതെ ഈ strcpy വർക്ക് ചെയ്യില്ല. പിന്നെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ sqrt. ഈ പറയുന്ന sqrt എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ പെർഫോമിങ് ആ പ്രീ ഡിഫൈൻഡ് ഓപ്പറേഷൻസ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ആ ഈ റിസൾട്ടിനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് വാല്യൂ. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ഹെഡറിൽ എഴുതുന്ന ആ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഈ റിട്ടേൺ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ വിച്ച് ഈസ് ഓഫ് ദ സെയിം ഡാറ്റ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. സോ ദ ഡാറ്റ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ ഇതുവരെ എഴുതിയ യൂഷ്വൽ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ഈ റിട്ടേൺ 0 എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മളവിടെ ഇൻറ്റ് മെയിൻ എന്നുമാണ് കൊടുക്കാറ്. അപ്പോൾ അവിടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റിജർ വാല്യൂ 0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ഉപയോഗിച്ചിരിക്കുന്ന GCC കമ്പൈലറിന് അത് റിക്വയർഡ് ആണ്. കാരണം അവിടെ ആ മെയിൻ ഫംഗ്ഷന് എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം, മസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഈ പാരഗ്രാഫിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡാറ്റ റിക്വയർഡ് ബൈ ദ ഫംഗ്ഷൻ ഫോർ പ്രോസസ്സിംഗ്. അതായത് നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എത്ര ഇൻപുട്ട് അല്ലെങ്കിൽ എത്ര ആർഗ്യുമെൻറ്റ് വേണം, അത് ഓരോന്ന് ഏതൊക്കെ ടൈപ്പാണ് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ആർഗ്യുമെൻറ്റ്സ് മതി. അതിൻ്റെ ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ. അതായത് ഒരു ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല, ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ എങ്കിലും റിട്ടേൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പുട്ട് എസ് അല്ലെങ്കിൽ ഗെറ്റ് എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഒന്നും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡ് എന്നുള്ള ടൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ either returns one value or nothing at all. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ആ ഒരു ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ സിൻടാക്സ്, അതിൽ വരുന്ന ആർഗ്യുമെൻ്റ് എന്താണ്, അതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഫംഗ്ഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിസൾട്ട് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ ഡാറ്റ ടൈപ്പുമായിട്ട് സെയിം ആയിരിക്കണം. അതുപോലെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണോ നമ്മുടെ പ്രോസസ്സ് അതിനനുസരിച്ചായിരിക്കണം. ഫംഗ്ഷൻ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ഒരു ചെറിയ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താണെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും റിട്ടേൺ ചെയ്യില്ല. അതും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഒരു സാമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. വോയിഡ് സേ വെൽക്കം, ദെൻ അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡാണ്. ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് സേ വെൽക്കം എന്നാണ്. ഫംഗ്ഷൻ്റെ ബോഡിയിലുള്ളത് ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റുമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു സംഭവം, ഈ ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ വാല്യൂസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിഡ് എന്ന് ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്, അതായത് ഫംഗ്ഷൻ്റെ പേര് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നമ്മളിവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു പല രീതിയിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് മെയിനായിട്ട് നമുക്ക് 4 രീതിയിലാണ് എഴുതാൻ സാധിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സിൻ്റെയും റിട്ടേൺ വാല്യൂവിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഒന്നുമില്ല, ഈ രീതിയിലൊരു ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ഇല്ല, പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് റിട്ടേൺസ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത്. അത് നോക്കണ്ട, റിട്ടേൺ വാല്യൂ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ആ രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാൻ സാധിക്കും. ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ 2 ഇൻറ്റിജർ എന്നുള്ളത് നോക്കണ്ട, ആർഗ്യുമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഇല്ല, ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. ദെൻ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, റിട്ടേൺ വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇൻറ്റിജർ എന്നുള്ള കാര്യങ്ങൾ നോക്കണ്ട, കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞാണ്. നമുക്ക് 4 രീതിയിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ആർഗ്യുമെൻ്റ് ഉള്ളത്, ആർഗ്യുമെൻ്റ് ഇല്ലാത്തത്, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂവിലും റിട്ടേൺ വാല്യൂ ഉള്ളതും റിട്ടേൺ വാല്യൂ ഇല്ലാത്തതും. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് 4 യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ ആ ഫങ്ഷൻസ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഈ ആർഗ്യുമെൻറ്റിൻ്റെയും റിട്ടേണിൻ്റെയും കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിലൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കണം. വോയിഡ് അല്ലാത്ത എന്ത് വന്നാലും അവിടെ മസ്റ്റായിട്ടും ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അപ്പോൾ ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് എ വാല്യൂ
to the calling function and transfers the program control back to the calling function. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും സ്വയം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, തന്നെത്താനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബാക്കി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിലും ആ ഫംഗ്ഷനൊക്കെ നമ്മൾ ഇൻവോക്ക് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്താൽ മാത്രമായിരിക്കും ആ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനിൽ നിന്നാണോ നമ്മൾ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷനിലേക്ക് തിരിച്ച് കൺട്രോൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതായത് കൺട്രോൾ തിരിച്ച് ബാക്ക് ടു ദ കോളിംഗ് ഫംഗ്ഷനിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ അടുത്ത സെൻറ്റൻസോടെ നോക്കുക. സോ റിമെമ്പർ ദാറ്റ് ഇഫ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ ഫംഗ്ഷൻ ദ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദ ഫംഗ്ഷൻസ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. അതായത് റിട്ടേൺ ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ പിന്നെ നേരെ തിരിച്ച് ഏത് ഫംഗ്ഷനിൽ നിന്നാണോ കോൾ ചെയ്തത് ആ ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഏത് പ്ലേസിൽ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ട് തിരിച്ചു പോകും. അതിന് താഴത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫംഗ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എഴുതാറ്. അതായത് ആ ഫംഗ്ഷനിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ എന്നുള്ളത് വയ്ക്കുകയുള്ളൂ. The functions defined with void data type may not have a return statement within the body. But if we use the return statement, we cannot provide any value to it. അപ്പോൾ വോയിഡ് ആണ് ഡാറ്റ ടൈപ്പ് എങ്കിൽ നമുക്ക് റിട്ടേൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അഥവാ ഉപയോഗിച്ചാലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാനും സാധിക്കില്ല. പിന്നെ ഇവിടെ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, മെയിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കി സബ് ഫങ്ഷൻസ് അത് പ്രീ ഡിഫൈൻഡോ യൂസർ ഡിഫൈൻഡോ ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്താലാണ് ആ ഫങ്ഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൽ ചെറുതായിട്ട് കാണിച്ചേക്കുന്ന ഈ എക്സാമ്പിൾ ഫുൾ പ്രോഗ്രാമായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞാൽ 4 ഫംഗ്ഷൻ അത് വേറെ വേറെ ആയിട്ട് കാണിച്ചേക്കാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതിനുശേഷം ഇതിനകത്ത് വരുന്ന ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ കോൾ ചെയ്യാം, അതായത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യാം. ഇപ്പോൾ ഈ മോളിൽ കാണിച്ചേക്കുന്ന 4 ഫംഗ്ഷനെയും എങ്ങനെ നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യാം എന്നുള്ളത് ഇവിടെ താഴെ വേറെ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു സംശയം വരാതിരിക്കാനായിട്ട് ഞാനതൊരു സിംഗിൾ പ്രോഗ്രാമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ടെക്സ്റ്റിലെ സാമ്പിൾ പ്രോഗ്രാം ഞാനിവിടെ മാറ്റി ഒരു വേർഡ് ഫയലിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് ഫുൾ പ്രോഗ്രാമായിട്ട്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ 4 ഫംഗ്ഷൻസാണ് ടെക്സ്റ്റിലുള്ളത്, 4 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ ആ 4 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 ടൈപ്പ് ഉണ്ടല്ലോ, ആ 4 ടൈപ്പിൽ ഓരോ ടൈപ്പിൻ്റെയും എക്സാമ്പിളുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ഇതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. അതായത് സം1 എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് കഴിഞ്ഞിട്ട് ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഒന്നുമില്ല, വോയിഡ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, നോ ആർഗ്യുമെൻറ്റ്സ് നോ റിട്ടേൺ വാല്യൂ. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത് സം1 ആണ്, റിട്ടേൺ വാല്യൂ അതായത് ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഇതിലേക്ക് ആർഗ്യുമെൻറ്റ്സ് ഒന്നും വരുന്നുമില്ല. ഇനി ഈ ഫംഗ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റ്സിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 3 ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യൂസറോട് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്തു, അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു, ആ സമ്മ് ഡിസ്പ്ലേ ചെയ്തു. സിമ്പിൾ കാര്യമാണ്, 2 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ വേണ്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, യൂസറുടെ കയ്യിൽ നിന്ന് വാല്യൂ സ്വീകരിച്ചു, അവിടെ തന്നെ വേണ്ട പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം അവിടെ തന്നെ വെച്ച് അത് പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഒരു വാല്യൂ ഒന്നും തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന രണ്ടാമത്തെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പിന് എക്സാമ്പിളാണ്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ റിട്ടേൺ വാല്യൂ ഉണ്ട്. അതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സം2 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഇവിടെ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് അല്ല, റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻ്റാണ്. അതായത് ഈ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ല.
ഇനി ഈ ഫംഗ്ഷനകത്തും ഇതുപോലെ തന്നെ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ എങ്ങനെ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് 2 നമ്പേഴ്സിന് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. സമ്മ് കണ്ടുപിടിക്കേണ്ട 2 നമ്പേഴ്സ്. അതിനുശേഷം സമ്മ് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ റിട്ടേൺ എസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈ എസ് ശ്രദ്ധിക്കണേ, എസ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ആ ടൈപ്പ് തന്നെയാണ് നമ്മളിവിടെ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പായിട്ടും കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞാണ് ഫംഗ്ഷൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ടൈപ്പുമായിട്ട് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളത് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം അത് നേരെ തിരിച്ച് കോളിംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻറ്റ് എ, ഇൻറ്റ് ബി. അതായത് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇനി ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, വോയിഡ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇനി ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറഞ്ഞ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിലേക്ക് വാല്യൂ കിട്ടും. അത് നമ്മൾ താഴെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇതിലേക്ക് വാല്യൂ കിട്ടും. അതായത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഈ sum3 എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ എയിലേക്കും ബിയിലേക്കും നമുക്ക് വാല്യൂസ് കിട്ടും. ആ കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ടാണ് ഇവിടെ ഈ സം കണ്ടുപിടിച്ചേക്കുന്നത്, a + b. അതായത് ആ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ 2 വാല്യൂസും കൂടി ചേർത്തായിരിക്കും കോൾ ചെയ്യുന്നത്. ആ വാല്യൂസ് ഇവിടെ എയിലേക്കും ബിയിലേക്കും എടുക്കും. അതിനുശേഷം സം കണ്ടുപിടിക്കുന്നു, അവിടെ തന്നെ ആ സം പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻറ്റിജർ വാല്യൂ അവിടെ റിട്ടേൺ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സമ്മിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ഇവിടെ സമ്മ് കണ്ടുപിടിച്ചു, അതിനുശേഷം ആ സമ്മ് തിരിച്ച് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇത് ജസ്റ്റ് ആ 4 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഈ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ഈ 4 ഫംഗ്ഷനെയും നമ്മൾ കോൾ ചെയ്യേണ്ടത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഏത് പ്രോഗ്രാം ആണെങ്കിലും മെയിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വേണം നമ്മൾ എഴുതി വച്ചിരിക്കുന്ന 4 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻവോക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ 4 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സിനെ കൂടെ വാല്യൂ കിട്ടുന്ന രീതിയിലായിരിക്കും കോൾ ചെയ്യുന്നത്. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫംഗ്ഷനും ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷനൊക്കെ കോൾ ചെയ്യുന്നതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഓരോ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഓൾറെഡി കുറച്ച് വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന sum1 ഇതാണ് ആദ്യത്തെ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്ന മെത്തേഡ്, ഈ ഒരു ലൈൻ. അപ്പോൾ ഇവിടെ ആദ്യമേ ജസ്റ്റ് യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കോളിംഗ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചതിനെ കോൾ ചെയ്തു sum1. ഈ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ sum1 എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ റിട്ടേൺ ഒന്നും ചെയ്യുന്നുമില്ല. അതായത് ഇവിടെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് എടുക്കുന്നത് ആ ഫംഗ്ഷനകത്ത് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ ഫംഗ്ഷനെ വെറുതെ അതിൻ്റെ പേര് വെച്ച് വിളിച്ചാൽ മാത്രം മതി, വേറെ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റിട്ടേൺ വാല്യൂ ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മളൊരു വാല്യൂ റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ sum2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ നമുക്കൊരു വേരിയബിളിലേക്ക് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു sum2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ വരുമ്പോൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു sum2 എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാം കൺട്രോൾ നേരെ ഈ പറയുന്ന sum2ലേക്ക് വരും. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സം തിരിച്ച് റിട്ടേൺ ചെയ്യും. ആ സമയത്ത് പ്രോഗ്രാം കൺട്രോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും, മെയിൻ ഫംഗ്ഷനിലേക്ക് വരും. അവിടെയുള്ള ഇൻറ്റിജർ വാല്യൂ ഈ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കിട്ടുകയും ചെയ്യും. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്യിച്ചു. ഇനി മൂന്നാമത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവിടെ 2 x y
രണ്ട് ഇൻപുട്ട് അവിടെ കൊടുക്കണം. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ ഒന്നും സ്വീകരിക്കുന്നില്ല. അതൊക്കെ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. അതിനുശേഷം മൂന്നാമത്തെ ഫംഗ്ഷനെ വിളിക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ കൂടെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സും കൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയാണ് സം കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് സം 3 ബ്രാക്കറ്റിൽ എക്സ് കോമ വൈ എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫംഗ്ഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ ഈ കൺട്രോൾ നേരെ ഈ ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എക്സിലുള്ള വാല്യൂ എയിലേക്ക് പോകും, വൈയിലുള്ള വാല്യൂ ബിയിലേക്കും പോകും. ഈ സമ്മ് കണ്ടുപിടിക്കും, ഇവിടെ തന്നെ അത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നാലാമത്തെ ഫംഗ്ഷനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് നേരത്തെ ഈ കാണിച്ച പോലെ തന്നെ ഒരു റിട്ടേൺ വാല്യൂ വരുന്നുണ്ട്. അതൊരു ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ഇവിടെ റിസൾട്ടിലേക്ക് തന്നെ എടുത്തിരിക്കുന്നത്. റിസൾട്ട് ഈസ് ഈക്വൽ ടു സം 4 എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരാണ്. ബ്രാക്കറ്റിൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു. ഈ ഇസഡിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആ ഫംഗ്ഷനെയും കോൾ ചെയ്യും. ഇതൊന്നും കൂടി ഒന്ന് ചുരുക്കി എന്ന് പറയാം. അത് ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ ആദ്യം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. അതായത് ഇവിടെ നിന്നായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പൈലേഷൻ അല്ല, എക്സിക്യൂഷൻ. ഇവിടെ നിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ കോളിംഗ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വരും. അതിനുശേഷം സം 1 എന്നുള്ള ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇതിന് നേരെ താഴത്തേക്കല്ല പോകുന്നത്. ഇത് ഫംഗ്ഷൻ കോളായി കഴിഞ്ഞാൽ കൺട്രോൾ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ബോഡിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് രണ്ട് നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്ത് മേടിക്കുന്നു, സമ്മ് കണ്ടുപിടിക്കുന്നു, സമ്മ് അവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ വേറെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. നമ്മളവിടെ റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ പോലും അത് നേരെ തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. നമുക്ക് റിട്ടേൺ എഴുതണം നിർബന്ധമില്ല. ഇനി അഥവാ എഴുതിയാൽ തന്നെ നമുക്കൊന്ന് റിട്ടേൺ ചെയ്യാൻ, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുമില്ല. നമ്മൾ സാധാരണ അങ്ങനെ എഴുതാറില്ല. അപ്പം ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ച് ഇങ്ങോട്ട് വരുന്നു കൺട്രോൾ. അതിനുശേഷം ഈ സി ഔട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് കോളിംഗ് ദ സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ വന്നിട്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു സം 2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ സം 2 എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനെ കോളിയാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇതിൻ്റെ താഴത്തേക്കായിരിക്കില്ല പോകുന്നത്. അതായത് മെയിനിലെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കില്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്, നേരെ ഈ ഫംഗ്ഷനിലേക്കായിരിക്കും വരുന്നത്. ഈ ഫംഗ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ചെയ്തതിന് ശേഷം റിട്ടേൺ എസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഇവിടുന്ന് ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ റിസൾട്ടിലേക്ക് കയറുന്നത്. അതായത് റിസൾട്ട് ഈസ് ഈക്വൽ ടു എസ് എന്ന് വരും. ആ എസ്സിൽ നമ്മൾ കണ്ടുപിടിച്ച സം എത്രയാണോ ആ സം ഉണ്ടാവും. ആ ഇൻറ്റിജർ വാല്യൂ ഈ റിസൾട്ടിലേക്ക് കിട്ടുന്നു, അതവിടെ പ്രിൻ്റ് ചെയ്യിച്ചു. അപ്പോൾ ഇനി ഇങ്ങോട്ട് വീണ്ടും വന്നിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ യൂസറിനോട് ചോദിക്കും. അതിനുശേഷം ഈ സി ഔട്ടും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇത് അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ കോളാണ്. സം 3 എക്സ് കോമ വൈ, അതായത് രണ്ട് ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട്സ് വെച്ചിട്ട് നമ്മൾ തേർഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഇത് എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് പ്രോഗ്രാം കൺട്രോൾ നേരെ ഈ തേർഡ് ഫംഗ്ഷനിലേക്ക് വരും. തേർഡ് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഈ എക്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അത് എയിലേക്ക് പോകും. വൈയിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് ബിയിലേക്കും പോകും. അങ്ങനെ എക്കും ബിക്കും അവിടെ വാല്യൂ കിട്ടുകയും ഇവിടെ സമ്മ് കണ്ടുപിടിച്ചത് പ്രിൻ്റ് ചെയ്യും. ഇവിടെയും റിട്ടേൺ ഒന്നുമില്ല, അതായത് വോയിഡാണ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിയുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. ഇനി അതിനുശേഷം നാലാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺ ഒരു വാല്യൂ വരുന്നുണ്ട്. ദെൻ സം 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. അവിടെ തന്നെ രണ്ട് വാല്യൂസ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ സം 4 z,12 എന്ന് വരുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ ഈ താഴത്തേക്കായിരിക്കില്ല പോകുന്നത്, നേരെ നാലാമത്തെ ഫംഗ്ഷനിലേക്കായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇസഡിൽ കിടക്കുന്ന വാല്യൂ എയിലേക്ക് പോകും. ഈ 12 എന്നുള്ളത് ബിയിലേക്കും പോകും. ഇവിടെ ഈ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം അത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ എസ്. ആ വാല്യൂ എന്താണോ അത് ഈ റിസൾട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു എസ് എന്ന് വരും.
ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ വരുമ്പോൾ. അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്യിച്ചു. ദെൻ ലാസ്റ്റ് ഇവിടെ എൻഡ് ഓഫ് മെയിൻ ഫംഗ്ഷൻ എന്നുള്ള സി ഔട്ടും എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം റിട്ടേൺ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ജസ്റ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് പല രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ 4 ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലും ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഫംഗ്ഷൻസിനെ നമുക്ക് എങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതണം, അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് വോയിഡ് അല്ലാതെ ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. ആ വാല്യൂ ഇവിടെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്വീകരിക്കുകയും വേണം. അത് രണ്ടും സെയിം വേരിയബിൾ ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, ഈ റിസൾട്ട് എന്ന് പറയുന്നതും ഇൻറ്റിജറാണ്. അപ്പോൾ ആ സെയിം ടൈപ്പിലേക്ക് വേണം നമ്മൾ ആ വാല്യൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും. അത് നമ്മൾ വിട്ടുപോകരുത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ രണ്ട് ഇസഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്, 12 എന്ന് പറയുന്നതും ഇൻറ്റിജറാണ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിലും ഇതിൻ്റെ ടൈപ്പ് സെയിം ആയിരിക്കണം, രണ്ടും ഇൻറ്റിജർ ആയിരിക്കണം. അവിടെ പേരെന്താണെങ്കിലും വിഷയമല്ല, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇൻറ്റിജർ വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലും ഇൻറ്റിജർ വാല്യൂസ് തന്നെ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് എറർ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കണം. അത് മെയിൻ ഫംഗ്ഷനിൽ നമ്മളത് കോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുമ്പോഴും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രോഗ്രാം ഇതിൻ്റെ എക്സിക്യൂഷൻ ഒന്ന് നമ്മുടെ ജീനി കമ്പൈലറിലൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ആദ്യം കമ്പൈൽ ചെയ്യുക, അതിനുശേഷം ബിൽഡ് എന്ന് കൊടുക്കുക, അതിനുശേഷം എക്സിക്യൂട്ട് കൊടുക്കുക. ഇവിടെ നേരത്തെ കാണിച്ച പോലെ ആദ്യം കോളിംഗ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള മെയിൻ ഫംഗ്ഷനിലെ ആദ്യത്തെ ലൈനോടെ എക്സിക്യൂട്ട് ചെയ്തു. നമ്മളോട് 2 ഇൻപുട്ട് ചോദിച്ചു. ഞാനപ്പോൾ 4, 5 2 ഇൻപുട്ട് കൊടുത്തു. അവിടെ സം പ്രിൻ്റ് ചെയ്തു. ഇനി വീണ്ടും തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇത് നോക്കണം, ഇവിടെ കോളിംഗ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് മെയിനിലാണുള്ളത്. വീണ്ടും തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാണ്. വീണ്ടും സം കണ്ടുപിടിച്ചു. ഇനി ഈ എക്സ് വൈ എൻ്റർ വാല്യൂസ് ഫോർ എക്സ് ആൻഡ് വൈ ഇത് കിടക്കുന്നതും ഈ മെയിൻ ഫംഗ്ഷനിലാണ്. അപ്പോൾ മറ്റടുത്ത് പോയാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വീണ്ടും വന്നു, മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. ഇനി അതിന് ശേഷം എക്സിനും വൈക്കും ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്തു, സം കണ്ടുപിടിച്ചു. വീണ്ടും ഇത് തിരിച്ച് മെയിൻ ഫംഗ്ഷനിലേക്ക് വരും. അതായത് ഈ കോളിംഗ് ദ ഫോർത്ത് ഫംഗ്ഷൻ എന്നുള്ളത് ഇവിടെ മെയിൻ ഫംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂ ഒന്നും മേടിക്കുന്നില്ല. ഓൾറെഡി ഈ സെറ്റിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ദെൻ 12 ആണ്. അതുകൊണ്ടാണ് വേറെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നേരെ വീണ്ടും അടുത്ത ഫംഗ്ഷൻ കോൾ വന്നു, 4ാമത്തെ ഫംഗ്ഷനിലേക്ക് പോയി സമ്മ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു, അത് പ്രിൻറ്റും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ഒരു പ്രോഗ്രാമാണ്. ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞ 4 ടൈപ്പ് ഫങ്ഷൻസും എങ്ങനെ എഴുതണം, ആ 4 ടൈപ്പ് ഫങ്ഷൻസിനെയും എങ്ങനെ കോൾ ചെയ്യണം എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും സിമ്പിളായിട്ടാണ് ഇത് കാണിച്ചിരുന്നത്. 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓരോ തവണയും നമ്മൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുമ്പോഴും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റൈലിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതായത് 2 സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മുടെ മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം മെയിൻ ഫംഗ്ഷനാണ്, അതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന 2 സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റൈലിൽ, അതായത് മെയിൻ ഫംഗ്ഷന് മുമ്പ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുകയാണ്. ഈ പ്രോഗ്രാം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു, അതിന് ശേഷം നെയിം സ്പേസ് വന്നു. ഇനി ഈ കാണുന്നതാണ്
നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ദെൻ അതിന് താഴെ നമ്മുടെ മെയിൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ പേര്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂ ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻറ്റ് എയും ഇൻറ്റ് ബിയും. 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ്, അതായത് നമുക്ക് പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത് 2 നമ്പറിൻ്റെ. ആ 2 നമ്പേഴ്സിന് വേണ്ടിയിട്ട് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സും ഉണ്ട്. ഇനി ഈ ഫംഗ്ഷൻ ബോഡിക്കകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. അതായത് പ്രൊഡക്റ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പി എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ പി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി, പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ആ പ്രൊഡക്റ്റ് നമ്മൾ റിട്ടേൺ കൊടുത്തു, റിട്ടേൺ പി എന്ന് കൊടുത്തു. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ട 2 നമ്പർ num1 num2 നമ്മൾ ഇൻപുട്ട് ചെയ്തെടുത്തു. ദെൻ ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷനാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നമ്മൾ ആ റിട്ടേൺ ഈ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന വാല്യൂ വേറൊരു വേരിയബിളിലേക്കാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആൻസർ ANS എന്നുള്ളൊരു വേരിയബിൾ എടുത്തു. ആൻസർ ഈസ് ഈക്വൽ ടു, ദെൻ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് ആദ്യം പറയണം. അതിനുശേഷം ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പറയണം. അപ്പോൾ പ്രൊഡക്റ്റ് ദെൻ ബ്രാക്കറ്റിൽ 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ നേരത്തെ ഇൻപുട്ട് ചെയ്ത് മേടിച്ച num1, num2. ഈ ഫംഗ്ഷനെ നമ്മളിവിടെ എഴുതി കൊടുത്തു. അതിനുശേഷം സി ഔട്ട് ഈ ANSലേക്ക് വരുന്ന ആൻസർ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിച്ചു. ദെൻ ലാസ്റ്റ് റിട്ടേൺ 0. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. മെയിൻ ഫംഗ്ഷനിൽ വന്നു 2 നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് മേടിച്ചു. അതിനുശേഷം ഫംഗ്ഷൻ കോൾ ചെയ്തു. പ്രൊഡക്റ്റ് num1, num2 എന്ന് കോൾ ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ടായിരിക്കും പ്രോഗ്രാം കൺട്രോൾ പോകുന്നത്, അതായത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക്. ഇങ്ങോട്ട് വന്നിട്ട് num1ലുള്ള വാല്യൂ എയിലേക്ക് പോകും, num2ലുള്ള വാല്യൂ ബിയിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഈ പി റിട്ടേൺ ചെയ്യും. ആ പി നേരെ ഇങ്ങോട്ട് വരും, അതായത് ആൻസർ ഈസ് ഈക്വൽ ടു പി എന്ന് വരും. ഈ ഫംഗ്ഷൻ കോളിന് പകരം ഈ വാല്യൂ ഇങ്ങോട്ട് വരും. അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്യിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇവിടുന്ന് ഫംഗ്ഷൻ കോൾ വരുമ്പോൾ നേരെ ആ ഫംഗ്ഷനിലേക്ക് ഡെഫിനിഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ടാമത് എഴുതിയേക്കുന്ന സ്റ്റൈലിൽ എറർ വരും. അതായത് കമ്പൈൽ ചെയ്യുമ്പോൾ ഈ എറർ ആയിരിക്കും, പ്രൊഡക്റ്റ് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ്. അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ പേരാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എറർ വരും. അപ്പോൾ ഈ എറർ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മളിനി അടുത്തൊരു കാര്യമായിട്ട് അവിടെ പറയാൻ പോകുന്നത്. അതായത് പ്രോട്ടോടൈപ്പ് ഓഫ് ഫങ്ഷൻസിനകത്താണ് നമ്മൾ ഇതെന്താണെന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു C++ പ്രോഗ്രാമിൽ നമുക്ക് എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അതിൽ ഒരു മെയിൻ ഫംഗ്ഷൻ കമ്പൽസറി ആയിട്ടും വേണം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം മെയിൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ഫങ്ഷൻസും നമ്മൾ കോൾ ചെയ്യണം, എന്നാൽ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഈ കാണിച്ച പോലെ തന്നെ പല രീതിയിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതാനും സാധിക്കും. മെയിൻ ഫംഗ്ഷൻ്റെ മുമ്പോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന് ശേഷമോ ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ഫംഗ്ഷന് ശേഷം നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ എറർ വരും എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോ ലൈൻ ബൈ ലൈൻ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്, കമ്പൈൽ ചെയ്ത് വരുന്നത്. അങ്ങനെ കമ്പൈൽ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ എത്തുന്ന സമയത്ത്, അതായത് കമ്പൈലർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ആൻസർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് num1, num2 എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൽ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ കമ്പൈലറിന് അറിയില്ല. കാരണം കമ്പൈലേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടമാണ്, ലൈൻ ബൈ ലൈൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ തൊട്ട് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്ന് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവില്ല. ആ സമയത്താണ് ഇതുപോലൊരു എറർ വരുന്നത്, പ്രൊഡക്റ്റ് വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട്.
ഇത് കമ്പൈലേഷനിലാണ് ഈ ഇഷ്യൂ വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയെന്ന് വയ്ക്കുക. മെയിൻ ഫംഗ്ഷന് മുമ്പ് തന്നെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി. ഇത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. അതായത് ഇൻറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയും. അപ്പോൾ കമ്പൈലറിന് മനസ്സിലായി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം ഇത് കമ്പൈൽ ചെയ്ത് ദെൻ മെയിൻ ഫംഗ്ഷൻ കമ്പൈൽ ചെയ്യും. ആ സമയത്ത് ആൻസർ ഇസിക്വൽ ടു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ കോള് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോഴും പ്രശ്നമില്ല. കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്പൈലറിന് അറിയാം ഓൾറെഡി ഇവിടെ മുകളിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവും. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ പറയുന്നത് കമ്പൈലേഷൻ്റെ കാര്യമാണ്, എക്സിക്യൂഷൻ്റെ കാര്യമല്ല. കമ്പൈലേഷനും എക്സിക്യൂഷനും വ്യത്യാസമുണ്ട്. കമ്പൈലേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ലൈൻ ബൈ ലൈനായിട്ടാണ് നടക്കുന്നത് കമ്പൈലേഷൻ. അതേസമയം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ രീതിയിൽ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ ഫംഗ്ഷന് മുമ്പ് എഴുതുമ്പോൾ കമ്പൈലറിന് ഓൾറെഡി കിട്ടും ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ, ആ ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ കമ്പൈലറിന് മനസ്സിലാകും. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്തുമ്പോഴും പ്രശ്നമില്ല. നേരെ മറിച്ച് ഈ രീതിയിൽ, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ താഴെ വരുന്ന കേസിൽ കമ്പൈലർ മുകളിൽ നിന്ന് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ ഫംഗ്ഷൻ കോളാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവില്ല. ഇത് വല്ല വേരിയബിൾ ആണോ അല്ലെങ്കിൽ എന്താണോ അതവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്താണെന്നുള്ളത്, കമ്പൈലറിന് മനസ്സിലായിട്ടില്ല അത്. ആ രീതിയിൽ എറർ വരും. അപ്പോൾ ഈ വരുന്ന എറർ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതൊന്ന് നോക്കി അറിയാം. ദ ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഇൻ ദ പ്രോഗ്രാം ബിഫോർ ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഡ്യൂറിങ് ദ കമ്പൈലേഷൻ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ വെൻ ദ കമ്പൈലർ എൻകൗണ്ടേഴ്സ് ദ ഫംഗ്ഷൻ കോൾഡ് പ്രൊഡക്റ്റ് ഇറ്റ് ഈസ് നോട്ട് അവെയർ ഓഫ് സച്ച് ഫംഗ്ഷൻ. Compiler is unable to check whether there is such a function, whether its usage is correct or not, and whether it is accessible or not. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കമ്പൈലറിന് അറിയില്ല. മാത്രമല്ല അതിനെ കോൾ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയില്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ കമ്പൈലർ എറർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ എറർ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ we should give a declaration statement about the function, and this statement is known as prototype. A function prototype is the declaration of a function by which compiler is provided with the information about the function such as name, return type, number and type of arguments and its accessibility. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പൈലറിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഇതാണ്, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഇത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഓരോ ആർഗ്യുമെൻറ്റും ടൈപ്പ് ഇതാണ്, അതിൻ്റെ ആക്സസിബിലിറ്റി എന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൈലറിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ദിസ് ഇൻഫർമേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ കമ്പൈലർ ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദ ഫംഗ്ഷൻ കോൾ ഇൻ ദ പ്രോഗ്രാം. ദിസ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ഫംഗ്ഷൻ ഹെഡർ and hence the header alone will be written as a statement before the function call. അതായത് ഈ ഫംഗ്ഷൻ ഹെഡർ തന്നെ ഓൾറെഡി ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ്റെ പേരുണ്ട്, ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ഇതിനെ നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇത് നമ്മൾ എഴുതി കൊടുത്താൽ മതി ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പായിട്ട്. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ പേര് വേണമെന്ന് നിർബന്ധമില്ല. അതിന് എത്ര നമ്പർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ടൈപ്പ്, അതിൻ്റെ ഓരോന്നിനും ടൈപ്പും നമുക്കവിടെ കിട്ടിയേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ ഈ 3.7 എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഈ എറർ ഇപ്പോൾ തിരുത്തണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ദ ഫംഗ്ഷൻ കോൾ ഇൻ മെയിൻ ഫംഗ്ഷൻ, അതിന് മുമ്പ് നമ്മൾ ഇതവിടെ നമ്മൾ കൊടുക്കണം. അതായത് ഇൻറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റ് കോമ ഇൻറ്റ് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലാവും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻ്റ് ആണ്, അതിന് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം കമ്പൈലറിന് വെരിഫൈ ചെയ്യാൻ പറ്റും.
ഇത് കൊടുക്കേണ്ടത് ഫംഗ്ഷൻ കോളിന് മുമ്പാണ്. ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും. ജസ്റ്റ് ആ ഫംഗ്ഷൻ നമ്മൾ ഇതൊരു ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. wherever be the position of the function definition, execution of the program begins in main function. അത് നമ്മൾ ഓർക്കണം. അതായത് കമ്പൈലേഷനും ഈ പറഞ്ഞ എക്സിക്യൂഷനൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുണ്ടെങ്കിലും അതും പ്രശ്നമല്ല. എപ്പോഴും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നും ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നോക്കണം. അതായത് ഇപ്പോൾ ഞാനാ പറഞ്ഞ ഈ ഒരു നമ്മുടെ ഫംഗ്ഷൻ, ഈ ഒരു പ്രോട്ടോടൈപ്പ് ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ്, ഈ പ്രൊഡക്റ്റ് എന്നുള്ളതിന് കോൾ ചെയ്യുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഈ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പൈലേഷൻ്റെ സമയത്ത് മുകളിൽ നിന്ന് കമ്പൈൽ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ പറയുന്ന ഇൻറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയും കമ്പൈലറിന് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലാതെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അതിന് 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാവും. അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യവും കമ്പൈലറിന് മനസ്സിലാവും. അതിന് ശേഷമായിരിക്കും ആൻസർ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് num1 num2 എന്നുള്ള ഫംഗ്ഷൻ കോൾ വരുന്നത്. അപ്പോൾ അത് കമ്പൈലറിന് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും അതൊരു ഫംഗ്ഷനാണ്, 2 ആർഗ്യുമെൻറ്റ്സ് ഓക്കെ ആണെന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ കമ്പൈലേഷൻ കറക്റ്റ് ആവുകയും അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡെഫിനിഷനായിട്ട് അതവിടെ കിടപ്പുണ്ടായിരിക്കും, അതിന് പ്രശ്നമില്ല. അപ്പോൾ ആ രീതിയിൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഇത് 2 രീതിയിലാണെങ്കിലും നമുക്ക് പ്രോഗ്രാം എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ രീതി, അതായത് മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പുകൾ ഉപയോഗിച്ചിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എറർ വരും. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പൈലറിനെ മനസ്സിലാക്കാനുള്ളൊരു ഡിക്ലറേഷനാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്നതാണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതി കൊടുക്കുന്നത്. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ കോളിന് മുമ്പായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത്.